ജലസംഭരണി തകർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. ചെർപ്പുളശ്ശേരി വെള്ളിനേഴിയിൽ പശുഫാമിലെ ജലസംഭരണി തകർന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയും കുഞ്ഞും മരിച്ചത്. പശുഫാമിലെ തൊഴിലാളിയാണ് മരിച്ച യുവതി. ഇവരുടെ ഭർത്താവും ഫാമിലെ തൊഴിലാളിയാണ്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡായ നെല്ലിപ്പറ്റക്കുന്നിലാണ് ദാരുണമായ സംഭവം. പശുഫാമിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ വസുദേവിന്റെ ഭാര്യ ഷമാലി 30 വയസ്സ്, മകൻ സാമിറാം 2 വയസ്സ് എന്നിവരാണ് മരിച്ചത്. വെള്ളിനേഴി ചെട്ടിയാർതൊടി രതീഷിന്റെ ഉടമസ്ഥതയിലാണ് പശുഫാം. 6 മാസം മുമ്പാണ് രതീഷ് പശുഫാം ആരംഭിച്ചത്. ഫാമിലെ 4 പശുക്കൾക്കും അവരുടെ കിടാങ്ങൾക്കും വെള്ളം നൽകുന്നതിനായി ഫാമിനോട് ചേർന്ന് 2000 ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി നിർമ്മിച്ചിരുന്നു. ഈ സംഭരണി തകർന്നാണ് അപകടം സംഭവിച്ചത്. ഫാം തുടങ്ങിയ കാലം മുതൽ ഫാമിലെ ജോലികൾ ചെയ്തു വരികയായിരുന്നു വസുദേവും കുടുംബവും. ഫാമിനോട് ചേർന്നുള്ള മുറിയിൽ താമസിച്ചാണ് ജോലികൾ ചെയ്തിരുന്നതും. രാവിലെ മറ്റു ജോലികൾക്ക് പോയിരുന്ന രതീഷും വസുദേവും ഉച്ചയോടെ ഫാമിലെത്തി നോക്കുമ്പോഴാണ് വസുദേവിന്റെ ഭാര്യ ഷമാലിയും ഏകമകനായ സാമിറാമും ജലസംഭരണി തകർന്ന് മരിച്ച നിലയിൽ കണ്ടത്. വെട്ടുകല്ലുകൾ ഇരുവരുടെയും ദേഹത്ത് പതിച്ച് കിടക്കുകയായിരുന്നു. അപകടം സംഭവിച്ച് മണിക്കൂറുകൾ ശേഷമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വാർഡ് മെമ്പർ ജലജ പറഞ്ഞു. എപ്പോഴാ അത് സംഭവിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഈ അമ്മയും അച്ഛനും ഈ കുട്ടിയും കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ പുറത്ത് പണിക്ക് പോയിരുന്നു. ഈ ഫാമിൻ്റെ വേറെ ഈ ഉടമയുടെ വേറെ ഭാഗത്ത് വളപ്പിൽ പണിക്ക് പോയിരുന്നു. അച്ഛൻ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 12-1 മണിയോട് കൂടി ഫാമിൻ്റെ ഉടമസ്ഥനും അച്ഛനും കൂടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ടാങ്ക് പൊളിഞ്ഞു കിടക്കണമായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് കുട്ടി കുറച്ച് ഇപ്പുറത്ത് തെറിച്ച് കിടക്കണം, അമ്മ അതിൻ്റെ അടിയിൽ കിടക്കണം. അപ്പോൾ ഇവർ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ മാറ്റി നോക്കി എല്ലാവരും കൂടി കൂടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഒരു 6 മാസമായി ഈ ഫാം ഇവിടെ തുടങ്ങിയിട്ട്. അന്ന് മുതൽ അവരിവിടെ ഇതിലെല്ലാ ജോലികളും ചെയ്തപ്പോൾ താമസവും എല്ലാം ഇവിടെ തന്നെയാണ്. കുട്ടി ഏകദേശം 2 വയസ്സാണ്, ഒരു ആൺകുട്ടിയാണ്. ടാങ്കിൽ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്ന് നിറച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഫാമിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്. ഇന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. സംഭവം അറിഞ്ഞയുടൻ ചെർപ്പശ്ശേരി പോലീസും സ്ഥലത്തെത്തി. മൃതദേഹം പുറത്തെടുത്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അശാസ്ത്രീയമായ രീതിയിലാണ് ജലസംഭരണി നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. CCN ചെർപ്പശ്ശേരി.